എല്ലാവർക്കും നമസ്കാരം. മലയാളം തിരക്കഥാ രചനാ രംഗത്ത് ഒരു പുതിയ ചുവടുവെപ്പുമായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് മലയാളത്തിൽ 2 കോളം സ്ക്രിപ്റ്റ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിൻഡോസ് ബേസ്ഡ് സോഫ്റ്റ്വെയറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ്. സിനിവരി എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര്. നമുക്ക് ഇൻ്റർഫേസ് കാണാം. സിനിവരിയുടെ പ്രത്യേകത എല്ലാം ഡ്രോപ്പ് ഡൗൺ മെനുകളാണ്. ഒരു സീന് ഇൻറ്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ, അതുപോലെ ഡേ നൈറ്റ് സബ് സീനുകളെല്ലാം നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വിവിധ ഷോട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാം, അതും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ പ്രയോജനകരമായിരിക്കും. സീനിലെ വിവിധ ക്യാരക്ടറുകൾ സെലക്ട് ചെയ്യാം. അത് നമ്മൾ നേരത്തെ ക്യാരക്ടർ ആഡ് ചെയ്തതിന് ശേഷമാണ് ഡ്രോപ്പ് ഡൗൺ മെനു വഴി സെലക്ട് ചെയ്യുന്നത്. ഒരു സ്ക്രിപ്റ്റിൻ്റെ അല്പഭാഗം ഞാൻ എഴുതി കാണിക്കാം. ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിൽ നമ്മൾ ദൃശ്യത്തിൻ്റെ ഒരു വിവരണം, ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ നമ്മൾ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡയലോഗ് താഴത്തെ കോളത്തിൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് ചേർക്കുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കിയ ശേഷം പ്രിൻ്റ് PDF സെലക്ട് ചെയ്താൽ നമ്മളുടെ പ്രിൻ്റ് സ്ക്രിപ്റ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊരു PDF രൂപത്തിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ക്യാരക്ടേഴ്സ് മെനുവിൽ നമുക്ക് ആവശ്യമുള്ള കഥാപാത്രങ്ങളെ ആഡ് ചെയ്യാം. ക്യാരക്ടേഴ്സ് മെനുവിൽ ആഡ് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് പിന്നീട് നമുക്ക് സ്ക്രിപ്റ്റിൽ ഡ്രോപ്പ് ഡൗൺ മെനുവായി സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. കഥാപാത്രങ്ങളെ നേരത്തെ സെലക്ട് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. ക്യാരക്ടർ മെനുവിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള രാഘവൻ എന്ന കഥാപാത്രം ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ക്യാരക്ടർ മാറ്റിയിട്ടുണ്ട്. നമുക്ക് കാണാം രാഘവൻ എന്ന കഥാപാത്രം തിരക്കഥയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഈ സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്റ്റോറി ബോർഡ് സെക്ഷൻ. ഈ സ്റ്റോറി ബോർഡിൽ നമുക്ക് സീനുകൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണാം. സീനുകളുടെ ഓർഡറുകൾ നമുക്ക് ഇവിടുന്ന് മാറ്റാൻ സാധിക്കും. എയറോ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ടോഗിൾ ചെയ്ത് ഒന്ന് സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത്ര സീനുകൾ അതിൻ്റെ ഓർഡർ മാറ്റി ക്രമീകരിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ സീൻ ഓർഡർ മാറ്റിയിട്ടുണ്ട്. ശേഷം നമുക്ക് കാണാം സീൻ ഓർഡർ മാറ്റിയപ്പോൾ സീൻ 3 ആദ്യം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നീളമേറിയ തിരക്കഥകൾ നമുക്ക് ഈസിയായി വായിക്കാൻ ടെലി പ്രോംപ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലെങ്തി ആയിട്ടുള്ള തിരക്കഥകൾ സ്ക്രോൾ ചെയ്ത് പോകും. നമുക്ക് അവസാനം വരെയും ഓട്ടോമാറ്റിക്കായിട്ട് വായിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഫീച്ചർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഡാഷ്ബോർഡിൽ നമുക്ക് എത്ര സ്ക്രിപ്റ്റുകൾ നിലവിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. എത്ര സീനുകളുണ്ട്, അതുപോലെ നമ്മൾ പൂർത്തീകരിച്ച ഡ്രാഫ്റ്റുകൾ, എത്ര സമയം, ഡ്യൂറേഷൻ എത്ര ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ടൈം ഏകദേശം ഇൻപുട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് എത്ര ഡ്യൂറേഷനിലേക്ക് നീണ്ടു പോകുമെന്നുള്ള അറിയാൻ പറ്റും. അങ്ങനെ ഒറ്റ നോട്ടത്തിലൊരു ഓവർവ്യൂ ആണ് ഡാഷ്ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ ഒരു തിരക്കഥ ചേർക്കുന്നത് ഈ പ്രകാരമാണ്. നമ്മളൊരു പുതിയ തിരക്കഥ ഉണ്ടാക്കാനായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തിരക്കഥയുടെ ഡീറ്റെയിൽസ്, പേര്, സംവിധായകൻ്റെ പേര്, റൈറ്ററുടെ പേര് എല്ലാം ഇൻപുട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉദാഹരണത്തിന് ടെസ്റ്റിംഗ് എന്ന പേരിലൊന്നും ഉണ്ടാക്കുകയാണ്. ഇത് നമ്മളെ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ അല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ റിഫ്രഷ് റേറ്റ് ഇൻ്റർഫിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നത്. ഒരു ഉദാഹരണത്തിൻ്റെ പേര് ഞാൻ ശ്യാം പുഷ്കരൻ റൈറ്ററായിട്ട് കൊടുക്കുകയാണ്. ഡയറക്ടർ നമുക്ക് ജോഷി സാറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി കാറ്റഗറി സെലക്ട് ചെയ്യാം. ഫീച്ചർ ഫിലിമാണോ ഷോർട്ട് ഫിലിമാണോ എന്താണെന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എഡിറ്റർ ടാബിൽ പുതിയ 2 കോളങ്ങൾ വന്നതായിട്ട് കാണാൻ കഴിയും. നമുക്കവിടെ പുതിയ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്ത് ആരംഭിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് പുതിയ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഡാഷ്ബോർഡിലും നമ്മൾ പുതിയൊരു സ്ക്രിപ്റ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഇപ്പോൾ ഡിബഗിങ് മോഡിലാണ്. ഉടൻ തന്നെ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ഫുൾ ഫീച്ചേർഡ് ആയിട്ടുള്ള ഒരു
2 കോളം സ്ക്രിപ്റ്റ് ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ആയിരിക്കും സിനിവരി. അതുപോലെ തന്നെ ഇതിനകത്ത് AI ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീനുകൾ AI ഉപയോഗിച്ച് ബിൽഡ് ചെയ്യുന്ന ഫീച്ചറുകളും അതുപോലെ ഡയലോഗുകൾ കേരളത്തിലെ വിവിധ സ്ലാങ്ങുകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു AI സംവിധാനം കൂടെ ഇതിനകത്ത് ഇൻബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റിലീസിങ് വൈകുന്നത്. തിരക്കഥ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ഈ സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും.